റഷ്യ ഉക്രൈന് അടുത്തുള്ള ഭാഗങ്ങളിൽ റഷ്യയുടെ സ്ഥലത്തിനുള്ളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂക്ലിയർ എക്സസൈസ് നടത്തി. ഇതിപ്പോൾ വലിയൊരു കാര്യമായി മാറിക്കൊണ്ടിരിക്കുന്നു. കാരണം F-16 വിമാനങ്ങൾ അടുത്ത ചില മാസങ്ങളിൽ ഉക്രൈനിൽ വരാൻ പോകുന്നു എന്ന് പറയുന്ന സമയത്ത് റഷ്യ വളരെ പ്രധാനപ്പെട്ട ന്യൂക്ലിയർ എക്സസൈസ് ചെയ്തു. അതും ഇതിൽ 2 രീതിയിലുള്ള മിസൈൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന് ഇസ്കാന്ദർ, മറ്റൊന്നത് കിൻസ ഹൈപ്പർസോണിക് മിസൈൽസ്. ഇവ രണ്ടുമാണ് ഇത്രയും ദിവസം കൂടുതലായി ഉക്രൈന് നേരെ ഉപയോഗിച്ചത്. എന്നാൽ ഒരു മാറ്റത്തിന് വേണ്ടി, ഈ ന്യൂക്ലിയർ ഡ്രില്ലിന് വേണ്ടി ആ കൺവെൻഷണൽ വാർഹെഡിന് പകരം ന്യൂക്ലിയർ വാർഹെഡ്സ് ഉപയോഗിച്ച് ഫയർ ചെയ്ത് ടെസ്റ്റ് ചെയ്തു. ഈ യുദ്ധം എന്നത് പതിയെ പതിയെ ദിശ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇതിലൂടെ തന്നെ വ്യക്തമാകും. എത്രയും പെട്ടെന്ന് തന്നെ അണുവായുധം റഷ്യ കയ്യിലെടുക്കുമെന്നും ഒരു സംസാരം വരുന്നുണ്ട്. ഇതിനേക്കാളും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സെലൻസ്കി ഇന്നലെ ഒരു കാര്യം പറഞ്ഞു. എന്തുകൊണ്ട് റഷ്യയ്ക്കുള്ളിൽ ഞങ്ങൾ അറ്റാക്ക് നടത്താൻ പാടില്ല? റഷ്യയുടെ മിസൈൽസ് ഉക്രൈനുള്ളിൽ വന്നാൽ അത് എന്തുകൊണ്ട് നാറ്റോ നാടുകൾ ചേർന്ന് തടയാൻ പാടില്ല? ഇങ്ങനെ അയാൾ മാത്രം ഈ യുദ്ധത്തിൽ ബാധിക്കപ്പെട്ടതല്ലാതെ മുഴുവൻ നാറ്റോയും പിടിച്ച് ഈ യുദ്ധത്തിലേക്ക് വലിച്ചിടേണ്ട എല്ലാ ജോലികളും ചെയ്യാൻ തുടങ്ങി. ഇതിന് മധ്യേ എത്രയും പെട്ടെന്ന് സെലൻസ്കി റഷ്യ കാരണം സീക്രട്ടായി കൊല്ലപ്പെടാമെന്നും റഷ്യയിൽ നിന്ന് ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാം. ആദ്യത്തെ കാര്യം പോളണ്ടിനെ കുറിച്ചാണ്. പോളണ്ട് 122 മില്യൺ സഹായം യൂറോപ്യൻ യൂണിയനോട് ചോദിച്ചു, UN-ലുള്ള നാടുകളോട് ചോദിച്ചു. ഈ സഹായം ഏതെന്ന് നോക്കിയാൽ പാട്രിയോട്ടിക് മിസൈൽസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും കൂടുതൽ വാങ്ങുന്നതിനും. നേരത്തെ ഉക്രൈന് ഈ പാട്രിയോട്ട്സ് കൊടുക്കുന്നത് കൊണ്ട് ഒരുപാട് നാടുകൾക്ക് പാട്രിയോട്ട്സിന്റെ ഷോർട്ടേജ് ഉണ്ടായിരുന്നു. അതെല്ലാം പൂർത്തീകരിക്കണം. അതുമല്ലെങ്കിൽ ആ മിസൈൽസിന്റെ കുറവ് നീക്കണം എന്നതിനു വേണ്ടി ഇത്രയും വലിയൊരു തുക പോളണ്ട് ചോദിക്കാൻ തുടങ്ങി. മറ്റു നാടുകൾ ഇതിനെ സഹായിക്കുമോ, അല്ലെങ്കിൽ പോളണ്ടിന്റെ റിക്വസ്റ്റിന് എന്ത് മറുപടി വരുന്നുവെന്ന് അടുത്ത ചില ദിവസത്തിൽ അറിയാൻ സാധിക്കും. അന്റാർട്ടിക്കയിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ മഞ്ഞുമലയായ ഡൂംസ്ഡേ ഗ്ലേഷ്യർ വിചാരിച്ചതിനെക്കാട്ടിലും 4 മടങ്ങ് വേഗത്തിൽ ഉരുകിപ്പോകുന്നതായി റിസർച്ചേഴ്സ് പറയുന്നു. ഇത് ഇത്രയും വേഗത്തിൽ ഉരുകിപ്പോകാൻ കാരണം ഗ്ലോബൽ വാർമിംഗ് ആണെന്നും പറയുന്നു. ഇത്രയും റാപ്പിഡ് മെൽറ്റിംഗ് കാരണം സമുദ്രനിരപ്പ് അടുത്ത 1-2 വർഷത്തിൽ തന്നെ ചിന്തിക്കുന്നതിനേക്കാളും 2 അടി മുകളിലേക്ക് വരാൻ പോകുന്നു എന്നും പറഞ്ഞു. ഇത് കാരണം കൂടുതൽ ബുദ്ധിമുട്ടാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യ ആയിരിക്കും. ഈ മഞ്ഞുമല വീണ്ടും വേഗത്തിൽ ഉരുകിപ്പോകാൻ തുടങ്ങിയാൽ ന്യൂയോർക്കിന്റെ അല്ലെങ്കിൽ അമേരിക്കയുടെ കടൽക്കരയോട് ചേർന്നിരിക്കുന്ന ഭാഗങ്ങൾ 100 മീറ്ററോളം സമുദ്രത്തിൽ മുങ്ങിപ്പോകുമെന്നും ഈ ഒരു റിപ്പോർട്ടിന്റെ അവസാനം പറയുന്നു. അടുത്തത് വീണ്ടും അമേരിക്കയിലെ ഒരു ഡ്രോണിനെ യമനിലുള്ള ഹൗതീസ് വെടിവെച്ച് വീഴ്ത്തി. അതിനുള്ള വീഡിയോ ക്ലിപ്സും അവർ പബ്ലിഷ് ചെയ്തു. ഈ യുദ്ധം തുടങ്ങിയത് മുതൽ കണക്കനുസരിച്ച് നോക്കിയാൽ 5ാമത്തെ ഡ്രോണിനെയാണ് ഹൗതീസ് വെടിവെച്ച് വീഴ്ത്തുന്നത്. അതും വെറും 8000 മുതൽ 10,000 രൂപ വിലയുള്ള വളരെ വില കുറവുള്ള ഒരു സർഫസ് ടു എയർ മിസൈൽ ഉപയോഗിച്ച്. എന്നാൽ ആ നശിച്ചുപോയ ഡ്രോണിന്റെ വില നോക്കിയാൽ 30 മുതൽ 50 മില്യൺ വരെയാകും അതിലുപയോഗിച്ചിരിക്കുന്ന മിസൈൽസിനനുസരിച്ച്. ഇത്രത്തോളം നഷ്ടം അമേരിക്കയ്ക്ക് ഉണ്ടാകുമ്പോൾ അതാരും പുറത്ത് പറയുന്നുമില്ല. ഈ ഒരു ന്യൂസ് പോലും ഹൗതീസ് പ്രൂഫോടുകൂടി പുറത്തുവിട്ടതിന് ശേഷമാണ് അമേരിക്കയിലെ ചില ന്യൂസ് മീഡിയാസ് പോലും പുറത്തു പറയാൻ തുടങ്ങിയത്. US-ന് എന്തെങ്കിലും നഷ്ടമുണ്ടായോ എന്ന്. നഷ്ടമുണ്ടായി എന്ന് പറഞ്ഞില്ല, നഷ്ടമുണ്ടായോ എന്നൊരു ചോദ്യം മാത്രമേ ചോദിച്ചുള്ളൂ. അടുത്തത് ജോ ബൈഡൻ ഒരു അറിയിപ്പ് കൊടുത്തു. അമേരിക്കയിൽ ഈ പെട്രോളിന്റെ ഗ്യാസിന്റെ വില ചരിത്രത്തിൽ ഇല്ലാത്തത്ര കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇലക്ഷനും അടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഈ നോർത്ത് ഈസ്റ്റ് റിസർവിൽ നിന്നും 1 മില്യൺ ബാരൽ ഗ്യാസ് ഇത്രയും പെട്ടെന്ന് റിസർവിൽ നിന്ന് മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ പോകുന്നുവെന്ന് പറഞ്ഞു. ഇങ്ങനെ കൊണ്ടുവരുന്നത് മൂലം ഇപ്പോഴുള്ള വില ഇവരെ കൊണ്ട് കുറയ്ക്കാൻ സാധിക്കും. വളരെ കുറയ്ക്കാൻ സാധിക്കില്ല, എങ്കിലും ഒരളവിൽ കുറയ്ക്കാൻ സാധിക്കും. ഇലക്ഷൻ സമയത്ത് ഇതൊരു സ്റ്റണ്ടിന് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നുവെന്ന് ട്രംപ് നേരത്തെ ബൈഡന് നേരെ ഒരു കുറ്റം ചുമത്തിയിരുന്നു. അടുത്തത് സെലൻസ്കിയാണ്. സെലൻസ്കിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പദവികാലം ഉക്രൈനിൽ അവസാനിച്ചു. എന്നാൽ ഇപ്പോഴും അതേ സ്ഥാനത്ത് തന്നെ അയാൾ ഉള്ളതുകൊണ്ട് അയാൾ ഒരു സർവാധികാരിയായി മാറുകയാണ്. നേരത്തെ അയാളുടെ പദവികാലം അവസാനിച്ചു. റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കാതിരുന്നു എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ അയാളെ ആ ഒരു സ്ഥാനത്ത് നിന്നും ജനങ്ങൾ മാറ്റിയേനെ. എന്നാൽ റഷ്യ ഉക്രൈൻ യുദ്ധം ഒരു കാരണമായി കാണിച്ച് പ്രതിപക്ഷ നേതാക്കൾ ഇല്ലാത്ത ഒരു ഭരണകൂടം സ്വയമേ സൃഷ്ടിക്കുകയാണ് അയാൾ. ഇയാൾക്കും സർവാധികാരിക്കും എന്താണ് വ്യത്യാസം? റഷ്യ ഉക്രൈൻ യുദ്ധത്തെ ഒരു കാരണമാക്കി കാണിച്ച് ജനങ്ങളെ ഇപ്പോഴും കഷ്ടപ്പെടുത്തുക എന്നതല്ലാതെ ഇയാളെ കൊണ്ട് ഉക്രൈൻ യാതൊരു നന്മയുമില്ല എന്ന് ഒരുപാട് പേർ ഇപ്പോൾ സെലൻസ്കിക്ക് എതിരായി സംസാരിക്കാൻ തുടങ്ങി. ഇവർ പറയുന്നതും ഒരു രീതിയിൽ സത്യമാണ്. റഷ്യ ഉക്രൈൻ യുദ്ധം ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഉക്രൈനുള്ളിൽ തന്നെ ഒരുപാട് കുറ്റങ്ങൾ, ഒരുപാട് അഴിമതി കുറ്റങ്ങൾ ഈ സെലൻസ്കി അവരുടെ ഭരണത്തിലുണ്ടായിരുന്നു. അടുത്ത ഇലക്ഷൻ വന്നാൽ തീർച്ചയായും സെലൻസ്കിയെ മാറ്റുമായിരുന്നു. ഒരു പക്ഷേ ആ ഒരു ഇലക്ഷൻ നടക്കാൻ പാടില്ല എന്നതിന് വേണ്ടിയായിരിക്കും എത്രത്തോളം ഈ ഒരു യുദ്ധത്തെ നീട്ടിക്കൊണ്ടു പോകാമോ അത്രത്തോളം നീട്ടിക്കൊണ്ടു പോകുന്നു എന്ന സംശയവും പറയുന്നു. അടുത്തത് റഷ്യയുടെ ന്യൂക്ലിയർ എക്സസൈസ് ആണ്. സ്ട്രാറ്റജിക്കൽ ന്യൂക്സ് ഉപയോഗിച്ചാണ് റഷ്യ ന്യൂക്ലിയർ എക്സസൈസ് ചെയ്യുന്നത് എന്ന് പ്രതീക്ഷിക്കുന്ന സമയത്ത് റഷ്യ ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു അറിയിപ്പ് കൊടുത്തു. ഇല്ല, ഞങ്ങളുടെ സ്ട്രാറ്റജിക് ന്യൂക്സ് ഇവിടെ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ടാക്ടിക് ന്യൂക്സ് എങ്ങനെ ഉപയോഗിക്കും, അതിനുള്ള റെഡിനെസ് എത്രത്തോളം ഞങ്ങളുടെ പക്കൽ ഉണ്ട് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഈ എക്സസൈസ് ചെയ്യുന്നത് എന്ന്. ഇതിൽ റഷ്യയ്ക്ക് ഒരു ഫലവുമുണ്ട്. ഈ സ്ട്രാറ്റജിക്കൽ ന്യൂക്സ് ഉപയോഗിക്കുമ്പോൾ അതിന് പുറകിൽ പല പ്രോട്ടോകോൾസ് ഉണ്ട്.
മാത്രമല്ല ഇവരിങ്ങനെ ഒരു ഡ്രില്ല് നടത്തി ഒരു എക്സസൈസ് ചെയ്തു എന്നുണ്ടെങ്കിൽ അതിനെ കാരണമായി കാണിച്ച് അതിനെതിരായി അമേരിക്ക ചെയ്യാൻ തുടങ്ങും. എന്നാൽ ആംസ് കൺട്രോൾ അഗ്രിമെന്റ് അനുസരിച്ച് ഈ ടാക്ടിക്കൽ ന്യൂക്സ് ഉപയോഗിക്കുന്നത് കൊണ്ട് ഈ രണ്ട് നാടുകൾക്കുമിടയിൽ പ്രശ്നം വരില്ല. ഇതാ കാറ്റഗറിക്കുള്ളിലേ വരില്ല. അതുകൊണ്ടാണ് ടാക്ടിക്കൽ ന്യൂക്ലിയർസ് ഉപയോഗിച്ച് റഷ്യ ഇപ്പോൾ ഇങ്ങനെ ഒരു എക്സസൈസ് ചെയ്യുന്നത്. ഇതിലെ 3 മെത്തേഡിലും ഈ ന്യൂക്സ് എങ്ങനെ ലോഞ്ച് ചെയ്യും, എത്ര പെട്ടെന്ന് നമ്മളെ കൊണ്ട് ഇത് ലോഞ്ച് ചെയ്യാൻ സാധിക്കുമെന്ന് ഇവയെല്ലാം വീണ്ടും റഷ്യ ഒന്നുകൂടെ ചെയ്ത് അവരുടെ റെഡിനെസ് റീവാല്യൂറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ കാര്യമായി ഇവർ ചെയ്തത് ഇസ്കാന്ദർ മിസൈൽസ് ഉപയോഗിച്ച് എങ്ങനെ ന്യൂക്സ് ലോഞ്ച് ചെയ്യുമെന്നുള്ളതാണ്. ഇസ്കാന്ദർ മിസൈൽസിനെ സംബന്ധിച്ച് ഇതൊരു ന്യൂക്ലിയർ ക്യാപ്പബിൾ മിസൈലാണ്. എന്നാൽ ഇത്രയും ദിവസം ഉക്രൈനിൽ റഷ്യ ചെയ്തത് പ്രധാനപ്പെട്ട കീ വാല്യൂ ടാർഗറ്റ്സ്, ഒരു മാസ് ഡിസ്ട്രാക്ഷൻ ഏത് സ്ഥലത്ത് ഉണ്ടാക്കാൻ സാധിക്കും, അധിക വാല്യൂ ഉള്ള ടാർഗറ്റിനെ നശിപ്പിക്കാൻ ഈ ഇസ്കാന്ദർ മിസൈൽസ് ഉപയോഗിച്ചു. പ്രധാനമായി തെർമൽ പവർ പ്ലാന്റ്സ്, അതുകൂടാതെ അവരുടെ എമുലേഷൻ ഡിപ്പാർട്ട്മെന്റ് ഏത് സ്ഥലത്താണോ അധിക നാശം ഉണ്ടാക്കേണ്ടത് ആ സ്ഥലത്താണ് ഈ ഇസ്കാന്ദർ മിസൈൽസ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അടുത്തത് കിൻസാൽ ഹൈപ്പർസോണിക് മിസൈൽസ്. ഇതിനെക്കുറിച്ച് നമ്മൾ പറയുകയേ വേണ്ട. ഉക്രൈന്റെ പാട്രോണിക് എയർ ഡിഫൻസ് സിസ്റ്റത്തിന് എതിരെ പ്രവർത്തിക്കാൻ, നശിപ്പിക്കാൻ ഈ മിസൈൽസിനാണ് ഉപയോഗിച്ചത്. ഇപ്പോൾ ഇവ രണ്ടിലും കൺവെൻഷണൽ വാർഹെഡ്സ് ആണ് ഉപയോഗിച്ചത്. എന്നാൽ ഇതിൽ എത്രത്തോളം പെട്ടെന്ന് നമുക്ക് ന്യൂക്ലിയർ വാർഹെഡ്സ് ലോഞ്ച് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് റഷ്യ ഈ എക്സസൈസ് ചെയ്ത് അവസാനിച്ചതിന് ശേഷം വെറും 11 മിനിറ്റിൽ ഒരു മിസൈൽ ലോഞ്ച് ചെയ്ത് ഉക്രൈൻ നശിപ്പിക്കാൻ കഴിയുമെന്നുള്ളത് റഷ്യ വീണ്ടും പ്രൂവ് ചെയ്തു. ഈ കിൻസാൽ ഹൈപ്പർസോണിക് മിസൈൽസ് മുഴുവനും അത് ലോഞ്ച് ചെയ്ത് ആ ഉക്രൈനിൽ പോയി നശിപ്പിക്കുന്നതിന് വെറും 11 മിനിറ്റ് മാത്രം മതി. ഈ 11 മിനിറ്റിൽ ഉക്രൈന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗത്തെ ഞങ്ങളെ കൊണ്ട് നശിപ്പിക്കാൻ സാധിക്കുമെന്ന് വീണ്ടും റഷ്യ വ്യക്തമായ ഒരു കാര്യം പറഞ്ഞു. ഇത് വളരെ ക്രിട്ടിക്കലായ ഒരു കണ്ടീഷനാണ്. കാരണം നേരത്തെ ഉക്രൈനും റഷ്യയ്ക്കും നടുവിൽ പ്രശ്നങ്ങൾ എപ്പോഴും ഇല്ലാത്തതുപോലെ കൂടുതലാണ്. പ്രധാനമായും ക്രീമിയയിൽ റഷ്യയ്ക്ക് നഷ്ടങ്ങൾ കഴിഞ്ഞ 2 ആഴ്ചകളിൽ മാത്രം കൂടുതലുണ്ടായി. ഈ ബെൽവക് എയർബേസിൽ നടന്ന അറ്റാക്ക്, കൂടാതെ 2 ദിവസത്തിന് മുൻപ് റഷ്യയുടെ ഒരു മിസൈലിനെയും ഉക്രൈൻ നശിപ്പിച്ചു. ഇവയെല്ലാം റഷ്യയ്ക്ക് ഒരു ബ്ലാക്ക് മാർക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ക്രീമിയെ ഉപയോഗിച്ച് റഷ്യ എങ്ങനെയെങ്കിലും പുറകിലേക്ക് തള്ളാമെന്ന് ഉക്രൈൻ എടുക്കുന്ന ഓരോ നടപടികൾക്കും ക്രീമിയയിൽ ഇപ്പോൾ വിജയവും കിട്ടുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് F-16 വരാൻ പോകുന്നുവെന്ന് പറയുന്നു. ഇതെല്ലാം കൗണ്ടർ ചെയ്താൽ റഷ്യയ്ക്ക് ഒരു വലിയ വെപ്പൺ ആവശ്യമാണ്. ആ വെപ്പൺ ഈ ന്യൂക്ലിയർ വെപ്പണായാൽ അത് അത്ഭുതപ്പെടാനും ഒന്നുമില്ല. കാരണം ഒരു ഘട്ടത്തിന് ശേഷം ഈ ഒരു യുദ്ധം വലുതാകുമ്പോൾ, റഷ്യ എല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്തുമ്പോൾ അത്രത്തോളം പ്രശ്നം റഷ്യയിൽ തന്നെ ഉണ്ടല്ലോ. സെലൻസ്കി പോലും ഒരു തവണ പറഞ്ഞു, ഉക്രൈനുള്ളിൽ റഷ്യ അറ്റാക്ക് നടത്തുമ്പോൾ റഷ്യയ്ക്കുള്ളിൽ ഞങ്ങൾ എന്തുകൊണ്ട് അറ്റാക്ക് നടത്താൻ പാടില്ല, ഞങ്ങൾക്കതിനുള്ള മിസൈൽസ് വേണം. റഷ്യയുടെ ടെറിട്ടറിക്കകത്ത് അവയുടെ തലസ്ഥാനത്ത് ചെന്ന് നശിപ്പിക്കാൻ ആവശ്യമായ മിസൈൽസ് ആയുധങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ടു. ഒരുപക്ഷെ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായും ന്യൂക്ലിയർ വെപ്പൺസ് യൂസ് ചെയ്യാൻ റഷ്യ തയ്യാറാകും. മറ്റൊരു കാര്യം പറഞ്ഞത്, ഞങ്ങളുടെ നാടിനുള്ളിൽ അവർ അറ്റാക്ക് നടത്തുമ്പോൾ ഞങ്ങളുടെ സൗഹൃദ നാടായ നിങ്ങൾ ആ അറ്റാക്ക് എന്തുകൊണ്ട് തടയാൻ പാടില്ല? ഇപ്പോൾ റഷ്യയുടെ ഒരു ബോംബർ അകത്തേക്ക് വരുന്നു എന്നുണ്ടെങ്കിൽ ആ മിസൈൽസിനെ മാത്രം വെടിവെച്ച് തകർക്കാതെ ആ ബോംബേഴ്സിനെയും എന്തുകൊണ്ട് നശിപ്പിക്കാൻ പാടില്ല എന്ന് മുഴുവൻ നാടുകളെയും ചേർത്ത് ഒരു ട്രാപ്പ് നടത്തി. ഇതെല്ലാം എവിടെ പോയി അവസാനിക്കുമെന്നറിയില്ല. ഇപ്പോൾ ഈ ന്യൂക്ലിയർ ഹെഡ് ആയതുകൊണ്ട് ഉക്രൈന് വലിയൊരു പ്രഷർ ഉണ്ടായി കാണും. പ്രാക്ടീസ് ചെയ്ത ഈ കാര്യങ്ങൾ ഒരു ന്യൂക്ലിയർ വാർ വരുന്ന സമയത്ത് തീർച്ചയായും റഷ്യ കട്ട് കോപ്പി പേസ്റ്റ് പോലെ ചെയ്യുമെന്ന് ഉക്രൈന് വളരെ നന്നായി തന്നെ അറിയാം. അതിനാൽ ആയുധങ്ങൾ ഇനിയും വേണമെന്ന് ഉക്രൈൻ വീണ്ടും ചോദിക്കാൻ തുടങ്ങി. കൂടാതെ ഉക്രൈന്റെ ഭാഗത്ത് 3 യൂണിറ്റ്സിൽ കൂടുതൽ പാട്രിയോട്ട് ഉണ്ട്. ഇതൊന്നും ഞങ്ങൾക്ക് തികയില്ല. ഞങ്ങളുടെ പക്കൽ 6-7 എണ്ണം ഉണ്ടെങ്കിൽ മാത്രമേ ഫ്രണ്ട് ലൈനെ തന്നെ ഞങ്ങൾക്ക് രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഫ്രണ്ട് ലൈനിന് മാത്രം വീണ്ടും 4-ൽ കൂടുതൽ പാട്രിയോട്ട് സിസ്റ്റം ആവശ്യമാണ് എന്ന് ഒരു വലിയ ബോംബ് എടുത്ത് അമേരിക്കയിലേക്ക് ഇട്ടു. നേരത്തെ ഇവിടെ പാട്രിയോട്ട് കൊടുത്തവർക്ക് ഷോർട്ടേജ് വന്നു. പോളണ്ട് പോലും ഷോർട്ടേജ് വന്നതിനെ തുടർന്ന് UN പോയി മില്യൺ കണക്കിന് ചോദിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ സെലൻസ്കി എന്ത് ചിന്തിക്കുന്നു എന്നറിയില്ല. അയാൾ ചോദിക്കുമ്പോഴെല്ലാം ആയുധങ്ങൾ വരണമെന്നാണ് അയാൾ ആഗ്രഹിക്കുന്നത്. ഈ ആയുധങ്ങൾ വരാൻ താമസമായാൽ സഹായം ചെയ്യുന്ന ആ നാടിനോട് തന്നെ ചെന്നിട്ട് സഹായിക്കുന്നവരാണ് എന്ന് പോലും അറിയാതെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്ര താമസിച്ച് സഹായം ചെയ്യുന്നത് എന്ന് പോലും ചോദിക്കും. ആരാണ് സഹായിക്കുന്നത്, ആരാണ് സഹായം ചോദിക്കുന്നത് എന്ന് പോലും അറിയാത്ത വലിയൊരു നാടകമാണ് സെലൻസ്കിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. വീഡിയോയുടെ അവസാനം 11 മിനിറ്റിൽ റഷ്യയെ കൊണ്ട് ഉക്രൈനെ നശിപ്പിക്കാൻ സാധിക്കുമോ? ഈ ഒരു യുദ്ധം 3ാം ലോക മഹായുദ്ധത്തെ നോക്കിയാണോ പോയിക്കൊണ്ടിരിക്കുന്നത്? അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.